RSSും കോൺഗ്രസുമായിട്ടുള്ള കൂട്ടുകച്ചവടത്തിന്റെ വ്യാപ്തി നോക്കണേ. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട് വഹാബ് എംപിക്കും ജബി മേത്തറിനും രാജ്യസഭയിൽ കൊടുത്ത മറുപടിക്ക് പുറമെ നിന്ന നിൽപ്പിൽ ഇതാ കേന്ദ്ര സർക്കാർ ഒരു പുതിയ തീരുമാനം കോൺഗ്രസുകാരെ അറിയിച്ചു അത്രേ. കാര്യം PM ശ്രീ നടപ്പാക്കാൻ തയ്യാറായി നിൽക്കുന്നവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? സംഘപരിവാറുകാർക്കുണ്ട്. നമ്മളോടൊപ്പം നിൽക്കുന്നവരെ പ്രതിസന്ധിയിലായിപ്പോയി കഴിഞ്ഞാൽ പിടിച്ചു കയറ്റേണ്ട ഉത്തരവാദിത്വം എങ്ങനെയാണ്? അതാണ് ദേ ഇപ്പോ ഇന്നലെ രാത്രി PM ശ്രീയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്രേ. രാത്രി എന്താണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പം തന്നെ ആ വകുപ്പിൽ കാവ്യവൽക്കരണം വേഗത്തിൽ നടപ്പിലാക്കാൻ ഗവർണറുടെ പാതാര ബിന്ദങ്ങളിൽ മുട്ടിലിഴയുന്ന റോജി M. ജോൺ പറയുന്നു ഒന്ന് കേട്ടെ, ശ്രദ്ധിക്കുക. അർദ്ധരാത്രി അദ്ദേഹത്തിന്റെ പണി എന്തെന്ന് പറഞ്ഞാൽ PM ശ്രീ വേർഡ് ബൈ വേർഡ് ആയിട്ട് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ. PM ശ്രീയിൽ അമ്പരപ്പിക്കുന്ന ന്യായീകരണവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ സംസ്ഥാനങ്ങൾക്ക് പദ്ധതിയിൽ നിന്ന് പിന്മാറാം എന്ന് ഇന്നലെയാണ് അറിയിച്ചതെന്ന് മന്ത്രി അവകാശപ്പെട്ടു. താൻ പരിശോധിച്ചപ്പോൾ ഈ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. പുതിയ സാഹചര്യം മന്ത്രിസഭയും ഉപസമിതിയും വീണ്ടും ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മൾ പരിശോധിക്കേണ്ടത് ഇതിനകത്ത് സംസ്ഥാനത്തിന് പിന്മാറാൻ നിയമപരമായിട്ട് സാധ്യതയുണ്ടോ? നിലവിൽ ഞങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് ഞങ്ങൾ കരാർ പഠിച്ചപ്പോൾ സംസ്ഥാനത്തിന് അധികാരമില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നലെ മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ പിന്മാറാം എന്നുള്ള ഒരു പ്രസ്താവന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് പരിശോധിച്ച് നിയമപരമായിട്ട് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് അതിനകത്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. രാത്രി PM ശ്രീ വായിക്കുകയായിരുന്നു. കാര്യം ഇന്നലെ രാത്രിയാണല്ലോ PM ശ്രീയുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ പുറത്തേക്ക് വന്നത്. പൊടുന്നനെ വായിക്കാൻ തോന്നിയ അദ്ദേഹത്തിന്റെ ആ വിശാല മനസ്കതയുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ഗവർണർ ഉൾപ്പെടെയുള്ളവർ ആർക്ക് വേണ്ടി പാലമായി പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഇനിയെങ്കിലും ചിന്തിക്കാൻ പറ്റണം. കാര്യം രാജ്യത്താകമാനം കാവ്യവൽക്കരണം വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരേണ്ടത് അവരുടെ ആവശ്യമാണ്. അതിനുവേണ്ടി അവർ നീക്കുപോക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാജ്യസഭയിൽ നിന്ന് ഒരു യാഥാർത്ഥ്യം പുറത്തേക്ക് വരികയും അത് ഇവിടത്തെ ഭരണകക്ഷിയെ പ്രതിസന്ധിയിലാക്കി എന്നറിഞ്ഞപ്പോൾ രാഖി രാമാനം പുതിയ ഉത്തരവിറക്കി കൊടുത്ത ആ വിശാല മനസ്കത നിങ്ങൾ ഇനിയും കണ്ടടച്ച് വിശ്വസിക്കുകയാണെങ്കിൽ കേരളത്തിൽ കേവലം 3 BJP-ക്കാരെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ നാട് അവർ ഭരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് കാണുന്നത്. ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ അങ്ങ് കേന്ദ്രം ഭരിക്കുന്നവർ എത്ര പൊടുന്നനെയാണ്. കേരളത്തിലെ BJP സർക്കാരല്ല UDF സർക്കാർ പ്രതിസന്ധിയിലായപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട് അവർ പൊടുന്നനെ ഒരു ഉത്തരവിറക്കി കൊടുത്തതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഇനിയും നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ദൈവങ്ങൾക്ക് പോലും നിങ്ങളെ രക്ഷിക്കാൻ പറ്റിയില്ല. കാര്യം ഈ നാടിനെ സംഘപരിവാറിന് ഒറ്റുകൊടുക്കുന്ന യൂദാസന്മാരായിട്ട് റോജി M. ജോണിനെ പോലുള്ള മന്ത്രിമാർ മാറിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഈ കാണുന്നത്.